ആളൊഴിഞ്ഞ ചൂരൽമലയുടെ പരിസര പ്രദേശങ്ങളിൽ ആശങ്കയാകുന്നത് കാട്ടാനകളാണ്. പടവട്ടിക്കുന്നിലും നീലിക്കാപ്പിലും കൃഷിയിടങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയാണ് കാട്ടാനകൾ. പലിശയ്ക്ക് കടം എടുത്ത് കൃഷി ഇറക്കിയ കർഷകർ ദുരിതത്തെ നേരിടുകയുമാണ്. നീലിക്കാപ്പിലേക്ക്. ചൂരൽമലയിലെ പടവട്ടിക്കുന്നിലാണ്. ദുരന്തത്തിനിപ്പുറം ഇവിടെ ആൾതാമസമില്ല. ആനയാണ് വലിയ വില്ലൻ. ആന കുത്തിമറിച്ചിട്ട തെങ്ങിൻതടിയാണ് ഈ കാണുന്നത്. ചുറ്റിലും ചവിട്ടിമെതിച്ച ഏലച്ചെടികളും കാണാം. ഇതൊക്കെ ഇത്രയും കൃഷി ഇതിന് മുന്നേ 2, 3, 4 പ്രാവശ്യം ആന നാശാക്കിയിട്ടും ഞങ്ങൾ കൃഷി ഓഫീസിൽ പോയി പറഞ്ഞു പച്ച ഫോട്ടോ എടുക്കണം, ഈ ഫോട്ടോ എടുക്കണം, അത് ആധാർ കൊടുക്കണം, അത് കൊടുക്കണം, എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് 10 പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. ഈ ഉരുൾപൊട്ടിയ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന ആൾ താമസം ഒന്നും പറ്റില്ല. ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ കിലോമീറ്റർ ദൂരം നിന്നിട്ടാണ് ഇങ്ങനെ വണ്ടിക്കൂലിയും ചിലവാക്കിയിട്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ കൃഷി നോക്കി പോകുന്നത്. അതിനിടയ്ക്ക് ഈ ആന, കുരങ്ങ് എല്ലാം വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് നശിപ്പിക്കുക. ഇപ്പം ഒരു 50,000 ഈ ആഴ്ച 50,000 ഈ ഏലത്തിന് വേണ്ടി ശരിയാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ആന ഇറങ്ങി നാശാക്കി. ഒരു വരവോ 2 വരവോ അല്ല, ആണ് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വരുന്നത്. പറയാനോ നോക്കാനോ ആരുമില്ല, ആരോട് പറയാനുമില്ല. സർക്കാരിൻ്റെ എന്ന് പറയുന്നില്ല, സർക്കാരിൻ്റെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവിടെ നമുക്ക് ഇവിടെ റോഡ് കട്ടണങ്ങൾ ഇത്രയും വീട് ഇവിടെ റോഡ് നാശമായിട്ട് ഇത്രയും കുടുംബങ്ങൾ 10-22 കുടുംബം നമ്മത് പോയി. അത് നമുക്ക് ആ വിഷമം മനസ്സിൽ നിൽക്കണില്ല. രാത്രിയായാൽ ആനകൾ ഇറങ്ങും. തോട്ടം കുത്തിമറിച്ചിട്ടാണ് കടന്നു പോവുക. ഇത് പടവട്ടിക്കുന്നിലെ മാത്രം അനുഭവമല്ല. തൊട്ടടുത്തുള്ള നീലിക്കാപ്പിലും വില്ലേജ് റോഡിലും മുണ്ടക്കൈയിലും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ആന വന്നിട്ട് മൊത്തം അതിലുള്ള മരങ്ങളും തെങ്ങും മുഴുവൻ വെട്ടി നശിപ്പിച്ച് കളയണം. അതിൻ്റെ കൂടുതലാണ് ഈ ഏലത്തൈ മുഴുവൻ പോകും. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഏലത്തൈ. അതിന് അത്രയും നഷ്ടമാണ്. ഒരു ചെടി ഇപ്പോഴത്തെ വിലയ്ക്ക് 4,000 റുപ്യ ഒരു ചെടീൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ 4-5 വർഷം കൃഷി എടുക്കേണ്ട ആ കൃഷിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്നത് നക്കാപ്പച്ചയാണ്. 6 മാസം 7 മാസം ഇത് കഷ്ടപ്പെട്ട് ഞങ്ങൾ മരുന്നും വളം വാങ്ങി അടിച്ച് നന്നാക്കി വരുമ്പോഴാണ് ഈ ആന ഒന്ന് ഒറ്റയടിക്ക് ഞങ്ങളെ നശിപ്പിക്കുന്നത്. കാടിറങ്ങുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് ഊർജിതമായ ഇടപെടൽ നടത്തണമെന്നാണ് ഇന്നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. കൃഷി സംരക്ഷിക്കാൻ കഴിയണം. നമ്മൾ എങ്ങനെയാണ് ഇനി ജീവിക്കുക? കാരണം ഗവൺമെൻറ് നമുക്ക് വാടക തരുന്നുണ്ട് 6,000 റുപ്യ. ഈ വാടക കൊണ്ട് മാത്രം നമ്മൾ എങ്ങനെ ജീവിക്കുക? കൃഷി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ചാനലിൽ വന്ന് പറയാൻ കാണുന്ന, ഈ ചാനലിൽ കണ്ടിട്ടെങ്കിലും അറിയുന്ന ഉദ്യോഗസ്ഥർ കണ്ണു തുറന്നിട്ട് ഈ പ്രദേശത്ത് ഈ വന്യമൃഗത്തിനെ എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിയും, ഈ പാവപ്പെട്ട കൃഷിക്കാരെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുള്ളതെന്ന് ഒന്ന് ചിന്തിച്ച് ഞങ്ങളെ സംരക്ഷിക്കണം, സഹായിക്കണം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ തുരത്തണം. കൃഷിക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം. നാശം വന്ന വിളകൾക്ക് നഷ്ടപരിഹാരവും. ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.